ഹലോ, ദിസ് ഈസ് മാളവിക ആൻഡ് അഭിരാമി. ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ബിക്കോസ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ്. ഹലോ, ഇത്ര ദേഷ്യം എന്റെയൊന്നുമില്ല. നീ തനിക്ക് ഉറുമ്പ് ഇട്ടോ യൂട്യൂബ് ഇട്ടോട്ടോ പോയി എന്നെ ഞാൻ തട്ടിപ്പറിച്ച് തന്നെയാ. ഓരെണ്ണം എന്നെ തരുന്നില്ല. അച്ഛനും കഴിച്ചിട്ടില്ല. നോണെന്നും പറയണ്ട. എല്ലാ അച്ഛനും മോണനെ കഴിച്ചത്. കേറി വന്നിട്ട് നടന്നു പോയി. ഫൈനൽ ഡെസ്റ്റിനേഷൻ. സൈഡ് എടുക്കില്ല കൂട്ടാ. സെക്കൻഡ് ഫ്ലോർ. അബി അച്ഛൻ ഞങ്ങൾ അച്ഛനും തപ്പി നടക്കാറുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ വിളിക്കാട്ടാ. വേറെ വിശേഷമൊന്നുമില്ലോ. ഓക്കേട്ടാ. നമ്മൾ ഗുരുവായൂർ വന്നേക്കാണ്. അതും രാത്രി വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റോ. കാരണം എന്ന് വെച്ചാൽ രാത്രി നമുക്ക് ആ ഒരു ദർശനത്തിന് പറ്റിയ ഒരു ടൈം എനിക്ക് തോന്നുന്നത് നൈറ്റ് വ്യൂ ആണ്. നൈറ്റിൽ ക്യൂ നിന്നാലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് ഒക്കെ കൊടുത്ത് കയറാം. ബട്ട് സ്റ്റിൽ ക്യൂ നിന്ന് തൊഴുത് എല്ലാം ഒന്ന് കണ്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ്. കഥയിലെ രാജകുമാരനും രാജകുമാരിയും ഒന്നാകാൻ റൈറ്റ് മൈ സോങ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് സ്പെഷ്യൽ മണം വരും. മാളുവിൻ്റെ ഫേവറേറ്റ് പ്ലേസ് സെക്ഷൻ ഓഫ് ഗുരുവായൂർ. ഇവിടുത്തെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ബിക്കോസ് ആ ചൂട് ചോറും നല്ല മോരുകറിയും ചെത്തുമാങ്ങ അച്ചാറും, എത്ര ചൂടുണ്ടെങ്കിലും നമ്മളത് ഫുള്ളും ആ ഇലക്കൊന്ന് വടിച്ചിട്ടേ ഇറങ്ങും. ഞാൻ പ്രത്യേകിച്ച് കേട്ടോ തൊട്ടുകൊണ്ടിരിക്കുന്ന ചേച്ചി കിട്ടിപ്പോയി ഞാൻ. You guys. അമ്പനെ എന്താണ് അമ്മ എൻ്റെ കുടുംബത്തിൽ നല്ല കാണാനുള്ള ചെക്കന്മാരില്ല, കാരണം ഇവർ രണ്ടുപേരാണ്. എന്തിനാണ് ലഹങ്ക ഇടുന്നത്? ആരെ കാണിക്കാൻ ലഹങ്ക? അമ്മയ്ക്ക് മുല്ലപ്പൂ വേണം. നമ്മുടെ ഷോപ്പ് എത്താറായി. കുറച്ച് പർച്ചേസ് ഉണ്ട്, കാരണം നമ്മൾ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ എടുക്കാമെന്ന് മറന്നു. പിന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മളിവിടെ അണ്ണാച്ചിയുടെ കട പറയുക പ്രിയങ്ക ഫാൻസി. പ്രിയങ്ക ഫാൻസിലാണ്. പ്ലസ് ഞങ്ങളുടെ കടയുടെ പേര് ഇപ്പോഴാണ് കാണുന്നത്, പ്രിയങ്ക ഫാൻസി. ബാംഗിൾസ് നോക്കാൻ വേണ്ട. അത്യാവശ്യം ട്രെൻഡിങ് കളക്ഷനുള്ള ഒരു വലിയ ഷോപ്പാണ്. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എന്തായാലും കൺഫ്യൂഷൻ ഫേസിലെത്തും, കാരണം അത്രയ്ക്കും ട്രെൻഡിങ് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. വെറൈറ്റീസ് ഓഫ് ബാംഗിൾസ്, ക്ലിപ്സ്, ഇയറിങ്സ്, അങ്ങനെ എല്ലാത്തും ഭയങ്കര വെറൈറ്റീസാണ്. കുറച്ച് മാത്രം പർച്ചേസ് ചെയ്യാനായിരിക്കും ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോകാറ്. പക്ഷേ
തിരിച്ചു വരുമ്പോൾ കൈ നിറയെ സാധനങ്ങളായിട്ടായിരിക്കും ഞങ്ങൾ വരിക. അങ്ങനെയുള്ള ആൾക്കാരാണ് ചുമ്മാ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഗുഡ് നൈറ്റ്.